ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അംഗീകാരമില്ലെന്ന കാര്യം മറച്ചുവെച്ച് അഡ്മിഷൻ നടത്തി. മലയാളികളടക്കം നിരവധി പേർ പ്രവേശനം നേടി. സെമസ്റ്റർ 1 പിന്നിട്ട ഘട്ടത്തിലാണ് പലരും തട്ടിപ്പിനിരയായ വിവരം മനസ്സിലാക്കിയത്. അപ്പോഴേക്കും കോഴ്സിന്റെ പകുതിയിലധികം ഫീസും പലരും അടച്ചിരുന്നു. തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് കണ്ട് ചിലരെല്ലാം പഠനം നിർത്തി. ബാംഗ്ലൂർ ബാനസവാടി എന്ന് പറഞ്ഞൊരു നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ട് എൻ്റെ ഫസ്റ്റ് സെം എക്സാമിൻ്റെ തലേന്ന് അറിയുന്നത് ഞാൻ വേറൊരു കോളേജ്, അതായത് സരോജിനി എന്ന് പറയുന്ന കോളേജിലാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. എക്സാം എഴുതിയതും ഈ സരോജിനി എന്ന് പറഞ്ഞ കോളേജിലാണെങ്കിൽ വേണ്ടത്ര ഫെസിലിറ്റീസ് ഒന്നുമില്ല. ഞങ്ങളെ പഠിപ്പിക്കുന്നവർക്കാർക്കും MSc ക്വാളിഫിക്കേഷൻ ഇല്ല. പ്രവേശന വേളയിൽ നൽകിയ സർട്ടിഫിക്കറ്റുകൾ തിരികെ ആവശ്യപ്പെട്ടവരോട് പ്രതികാര നടപടിയാണ് സ്വീകരിച്ചതത്രേ. കോഴ്സിന്റെ മുഴുവൻ ഫീസും അടച്ചെങ്കിൽ മാത്രമേ സർട്ടിഫിക്കറ്റുകൾ മടക്കിക്കൊടുക്കൂ എന്നതാണ് കോളേജ് അധികൃതരുടെ നിലപാട്. അടൂരാണ് ഇവരുടെ വീട്. മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ അജിൻ M. ജോൺ, പിന്നെ ഡയറക്ടർ അവിടുത്തെ ജസ്റ്റിൻ പാപ്പച്ചൻ, ഇവർ രണ്ടുപേരുടെയും വീട് അടൂരാണ്. പത്തനംതിട്ടയിലെ ഏജൻസി മുഖേന ബാനസവാടിയിലെ കോളേജിൽ പ്രവേശനം നേടിയവരും വഞ്ചിക്കപ്പെട്ടു. വിദ്യാഭ്യാസ വായ്പയ്ക്ക് ശ്രമം തുടങ്ങിയപ്പോഴാണ് കോളേജിന്റെ അംഗീകാര വിഷയം ചിലർക്കൊക്കെ ബോധ്യപ്പെട്ടത്. സർട്ടിഫിക്കറ്റുകൾ തിരികെ ആവശ്യപ്പെട്ട ഇവിടുത്തെ വിദ്യാർത്ഥികളോടും മുഴുവൻ ഫീസും കെട്ടണമെന്നാണ് മാനേജ്മെന്റ് പ്രതിനിധികൾ ആവശ്യപ്പെട്ടത്. പ്രവേശനം തരപ്പെടുത്തി നൽകിയ ഏജൻസിയുടെ നടത്തിപ്പുകാരും ഇപ്പോൾ കൈമലർത്തുകയാണ്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.